ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മല്ലു ടെല്ലർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2017 റിലീസായ ട്രോൾസ് ഹോളിഡേയ്സ് എന്നൊരു ഷോർട്ട് ഫിലിമാണ് കാണാൻ പോകുന്നത്. ഹോളിഡേയ്സ് എന്തിനാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നുള്ള വിഷയത്തെ വളരെ സിമ്പിളായും ഭംഗിയായും പറഞ്ഞിരിക്കുന്നു. ഇത് മലയാളികൾക്കായി മലയാളികളുടെ സ്വന്തം മല്ലു ടെല്ലർ. കുറേ വർഷങ്ങൾക്ക് മുൻപ് സുന്ദരമായ ഒരു ഗ്രാമത്തിൽ ഭംഗിയുള്ള ഒരു മരത്തിൽ ട്രോൾസ് എന്ന വളരെ ക്യൂട്ടായ ഒരു ഇനം ജീവിച്ചിരുന്നു. അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഹോളിഡേയ്സ് ആണ്. ഉദാഹരണത്തിന് ബബിൾ ഡേ, ന്യൂ ഇയേഴ്സ് ഈവ് എന്ന ഒരവസാനവുമില്ലാതെ ഹോളിഡേ 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 എന്ന് എല്ലാ ദിവസവും ഹോളിഡേ ആയി സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷേ അതേസമയം ഇവിടെ ബർഗൻസ് ടൗണിൽ എല്ലാവരും എന്നത്തെയും പോലെ വിഷമിച്ചിരിക്കുന്നു. കാരണം അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ഹോളിഡേ ട്രോൾസിനെ കഴിക്കുന്ന ട്രോൾസ് ഡേയ്സ് ആണ്. ആ ഒരു ദിവസം മാത്രമാണ് അവർക്ക് സന്തോഷമുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ക്വീൻ പോപ്പി സന്തോഷം എന്നത് നമ്മുടെ ഉള്ളിലാണുള്ളതെന്ന് ബർഗൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്കുണ്ടായിരുന്ന ആ ഒരു ഹോളിഡേയും ഇല്ലാതാക്കി. ഇപ്പോൾ അവരുടെ ജീവിതത്തിലും കലണ്ടറിലും ഒരു ഹോളിഡേ പോലുമില്ല. അപ്പോൾ ബർഗൻസ് എന്ത് ചെയ്യും? ജീവിതം മുഴുവനും ബോറടിച്ച് വെറുതെ ഇരിക്കുന്നു. ഇപ്പോൾ ട്രോൾസ് വില്ലേജിൽ നിന്നും ക്വീൻ പോപ്പി വീണ്ടും ഒരു കാർഡ് അയച്ചിരിക്കുന്നു. ഇത് കണ്ടതും ബ്രിഗേഡ് വളരെയധികം സന്തോഷിക്കുന്നു. എന്താ, ഫ്രണ്ടിനെ ക്യാച്ച് പിടിക്കുന്നതിനും ഒരു ഡേയോ? ഒരു പക്ഷെ താഴെയിട്ടാൽ എന്ത് പറ്റും? അയ്യോ, ഈ ട്രോൾസ് എല്ലാ ദിവസവും ഓരോ ഹോളിഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. എത്ര ഹോളിഡേ ആണ് എൻ്റെ ദൈവമേ! ഏതെങ്കിലും കാരണത്താൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് അവർക്കൊത്തിരി വിഷയങ്ങളുണ്ടല്ലോ. എന്താ പറയുന്നത്, നമ്മൾ അവൾക്കും കാർഡ് അയക്കുന്നുണ്ടല്ലോ. നോക്കുമ്പോൾ ഇവർ ആഴ്ചയിലെ ഓരോ ദിവസവും സൺഡേ, മൺഡേ, ട്യൂസ്ഡേ എന്ന് സെലിബ്രേറ്റ് ചെയ്ത് അത് ഫോട്ടോ എടുത്ത് പോപ്പിക്ക് അയച്ചു കൊടുക്കുന്നു. ഹേയ് ബ്രാഞ്ച്, എന്താടാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പുതിയതാണ്, ഞാൻ എന്ത് ചെയ്യാനാണ്? ഇത് കൊള്ളില്ല, ഇത് കൊള്ളില്ല. ഏത് ആംഗിളിൽ നോക്കിയാലും ഒരു വ്യത്യാസവുമില്ല. ശരി, ഈ ബർഗൻസ് എല്ലാം, ഈ കാർഡ്സ് എല്ലാം നമുക്ക് അയക്കുന്നത് എന്തിനാണ്? നമ്മൾ അവരുടെ ട്രോൾസ് ഡേയ്സ് ക്യാൻസൽ ചെയ്തതിന് ശേഷം അവർക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നതിനായി ഹോളിഡേയ്സ് ഒന്നുമില്ല. അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. ഏയ് വേണ്ട, ഈ എക്സ്പ്രഷൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. ഇതിനു പുറകിൽ നീ ഒരു വലിയ പ്ലാൻ വെച്ചിരിക്കുമല്ലോ. ഹഗ്ഗിങ്, സിംഗിങ്, ഡാൻസിങ്, ഗ്ലിറ്റർ. അത് തന്നെ. ദയവ് ചെയ്ത് ഇതുപോലെയൊന്നും ചെയ്യല്ലേ. മിണ്ടാതെ പോയി കിടന്നുറങ്ങ്, മനസ്സിലായോ? പോപ്പി, ഞാൻ വിചാരിച്ചത് ശരിയാണ്. നീ ഉറങ്ങിയിട്ടില്ല. നിന്റെ പ്ലാൻ കറക്റ്റായി ചെയ്തിരിക്കുകയാണ്, ശരിയല്ലേ? അതെ, ഞാൻ ബർഗൻസിന് ഒരു പുതിയ ഹോളിഡേ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ഹോളിഡേയ്സിനെ പറ്റി നന്നായി അറിയാമല്ലോ. നമ്മുടെ അടുത്ത് കുറേയധികം ഹോളിഡേയ്സ് ഉണ്ടല്ലോ. ഇതെല്ലാം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ബ്രിഗേറ്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൾക്കും ഈ സിംഗിങ്, ഡാൻസിങ്, ഹഗ്ഗിങ്, പല നിറത്തിലുള്ള കോസ്റ്റ്യൂംസ്, പ്രസൻസ്, സെലിബ്രേഷൻസ് ഇതെല്ലാം എങ്ങനെയാണെന്ന് അറിയണമല്ലോ. പോപ്പി, എനിക്കെന്തോ ഈ ഐഡിയ ശരിയാവില്ലെന്ന് തോന്നുന്നു. ഇല്ല, തീർച്ചയായും ശരിയാവും. ആദ്യം നിന്റെ ബങ്കറിനകത്ത് വന്ന് നിന്നെ സമ്മതിപ്പിക്കണം. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ചേർന്ന് ബർഗൻസ് ടൗണിലേക്ക് പോകണം. അതിനുശേഷം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഹോളിഡേയ്സിനെ പറ്റി അവരോട് പറയുമ്പോൾ അവരുടെ തല പൊട്ടിത്തെറിക്കും. അടുത്ത സീനിൽ ഇവർക്കെല്ലാം പോകുന്നതിനായി ഒരു കാറ്റർ ബസ് അറേഞ്ച് ചെയ്യുന്നു. ഹലോ ക്വീൻ പോപ്പി, ഹേയ് ക്ലൗഡ് ഗായ്, കാറ്റർ ബസ് എക്സ്പ്രസിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പുറപ്പെടാം. People all over the world, join hands. We'll be soon. Now please don't miss the train. Sorry for you. എന്താടാ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത്? ബസ് ആരാടാ ഓടിക്കുന്നത്? ഗൈഡമൻ, ഗ്ലിറ്റർ റെഡിയാണോ? സൂപ്പർ സെലിബ്രേഷൻ പാർക്സ്. നിന്നെ കണ്ടതിൽ വളരെയധികം സന്തോഷം പോപ്പി. അല്ല, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർക്കുന്നതിനായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്കെന്ത് പ്രശ്നമാണുള്ളത്? വിഷമിക്കണ്ട, നിങ്ങൾക്ക് ആവശ്യം ഒരു പുതിയ ഹോളിഡേ ആണ്. ഞങ്ങൾക്ക് എന്തിനാണ് ഹോളിഡേ? ഞങ്ങളുടെ അടുത്തും ഹോളിഡേ ഉണ്ടല്ലോ. ഞങ്ങൾ അയച്ച കാർഡ്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇല്ലില്ല, അതെല്ലാം കിട്ടി. ആ വെനസ്ഡേ ഉണ്ടല്ലോ, അത് വളരെയധികം സൂപ്പറായിരുന്നു. ഗായ്സ്, നിങ്ങൾ സന്തോഷമായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ തീർച്ചയായും ഒരു ഹോളിഡേയും വേണം.
ഞങ്ങളുടെ അടുത്ത് നിറയെ ഹോളിഡേയ്സ് ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമാവുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്തോ. ഈ ഐഡിയ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അതിനുശേഷം ഒരു പാട്ടിലൂടെ ട്രോൾസ് തങ്ങളുടെ അടുത്തുള്ള എല്ലാ ഹോളിഡേയ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. When you wake up in the morning, whether it's sunny or whether it's stormy, open. അയ്യോ കണ്ണിക്കൊണ്ടല്ലോ. Get tickled by spiders. So everyone enjoys their show, and the buffalo shooting bubbles in the air. These don't seem like Bergen things. All your family and friends will gather around to enjoy. ട്രോൾസിന്റെ ഹോളിഡേയ്സ് എല്ലാം ഇത്രയും വൃത്തികെട്ടതാണോ? എന്നോട് ക്ഷമിക്കൂ, അവളോട് ഇതെല്ലാം നിർത്താൻ ഞാൻ പറഞ്ഞതാണ്, പക്ഷെ അവൾ കേൾക്കുന്നില്ല. നീ എന്തെങ്കിലും ചെയ്ത് പോപ്പി, നീ ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്, പക്ഷെ ഇതൊന്നും വർക്കൗട്ട് ആവില്ല. ഇതിനേക്കാൾ നല്ല രീതിയിൽ ചെയ്യണോ? ആഹാ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. It's time to double down in the speed round. Got a holiday you're gonna like, better stick around. Rub your feet on the rug and touch everyone you love. Well, it's a very special day we call an Wait, pants day, feel the breeze in your hips. Hear the sound of Velcro going rip, rip, rip. Why? Good luck. Everyone will be so jelly when they see you on the telly with the shiny peak jewels sticking right out your belly. Woo! Unexpected. Shoot a flare in the air like you just don't care. 'Cause it's fireworks day in the village square. Giving day is a day we embrace, especially when someone gets slapped in the face. A big holiday that's a bundle of fun. മൈൻഡ് വോയിസ് എന്ന് വിചാരിച്ച് ശബ്ദമുണ്ടാക്കിയല്ലോ. സോ ഞങ്ങളുടെ ഹോളിഡേയ്സ് ഏതെങ്കിലും ഇഷ്ടമായോ? പോപ്പി, നിന്റെ ഈ ഫൺ, ഗ്ലിറ്റേഴ്സ്, സ്മോക്ക്, ഈ സെലിബ്രേഷൻസ്, ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് മാത്രമേ സെറ്റാവൂ. ഇതെല്ലാം ഞങ്ങൾക്ക് സെറ്റാവില്ലെന്ന് തോന്നുന്നു. എന്താ, ഞാൻ ചെയ്തത് ശരിയായില്ലെന്നാണോ പറയുന്നത്? ഇല്ല പോപ്പി, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എനിക്കെന്തോ ഇതെല്ലാം സന്തോഷത്തിന് പകരം സങ്കടം തരുമോ എന്ന് തോന്നുന്നു. ബ്രിഗേഡ്, നീ പറഞ്ഞത് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. ഞങ്ങൾ ഇന്നിവിടെ താമസിച്ച് റെസ്റ്റ് എടുത്ത് ബാക്കി എല്ലാ ഹോളിഡേയ്സിനെയും പറ്റി പറഞ്ഞു തരണമെന്നാണ് നീ പറയുന്നത്. കറക്റ്റ് അല്ലേ? പോപ്പി സ്റ്റോപ്പ്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? അതായത് നിന്നെ ഞാൻ പോകാനാണ് പറഞ്ഞത്. പോപ്പിയുടെ ഹോളിഡേ പ്രസന്റേഷൻസ് തുടങ്ങിയതുപോലെ തന്നെ അവസാനിക്കുകയും ചെയ്തു. പോപ്പി ഇവരെ സന്തോഷിപ്പിക്കണമെന്ന് വിചാരിച്ചു വന്നു, പക്ഷേ ഇപ്പോൾ അവളുടെ മനസ്സ് വളരെയധികം വിഷമിച്ചിരിക്കുന്നു. പോപ്പി നീ എവിടെയാണ്? പോപ്പി, You're hiding in your hair. സോറി, അറിയാതെ വന്നത്. പോപ്പി, ഇത് നീയാണോ? ഞാൻ എല്ലാം കുളമാക്കിയെന്ന് തോന്നുന്നു. ഇതുവരെയും ഞാൻ ബ്രിഗറ്റിനോട് വഴക്കിട്ടിട്ടേയില്ല. എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നഷ്ടപ്പെടുമോ എന്ന് പേടിയാവുന്നു. ഇല്ല, അതിനൊരു സാധ്യതയുമില്ല. ഞാനും നീയും എത്രയോ തവണ വഴക്കിട്ടിരിക്കുന്നു, പക്ഷെ നമ്മളിപ്പോഴും ഫ്രണ്ട്സ് അല്ലേ? Friends. How many of us? Thank you for being a friend. Have a problem, but I'll understand. We all ഇനി ഏതെങ്കിലും ട്രോൾസിനെ കോട്ടയ്ക്കകത്ത് കയറ്റിയാൽ നോക്കിക്കോ, അവരും അവരുടെ ഒരു ഗ്ലിറ്റേഴ്സും ഫോമും. എനിക്കിനി വയ്യ. ഒരുപക്ഷെ നമ്മൾ പോപ്പിയെ സങ്കടപ്പെടുത്തിയോ? അവർ നമ്മളെ സന്തോഷിപ്പിക്കാനല്ലേ ട്രൈ ചെയ്തത്? അതെ, അതിനുവേണ്ടി ഒരു ബസ്സിൽ വന്ന് ഈ സ്ഥലത്തെ നശിപ്പിച്ച് ഒരു വഴിക്കാക്കി. നമ്മൾ എന്താണ് ചെയ്തതെന്ന് അവർ ചിന്തിക്കുന്നത് എന്തിനാ? കറക്റ്റ് ഗ്രിസി, അവൾ നമ്മളെ പറ്റി ചിന്തിക്കുകയാണ്. അപ്പോൾ അവസാനം നമുക്കും ഹോളിഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു നല്ല കാരണം ഉണ്ടായിരിക്കുകയാണ്. ഗ്രിസി, എനിക്കൊരു നല്ല ഐഡിയ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കീബോർഡ് റെഡിയാക്കി വെച്ചോ. ബ്രാഞ്ച്, ഒന്ന് നിർത്തൂ. ഞാൻ നിർത്തുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നീ പിന്നെയും പാടിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുന്നു. ഇത് തന്നെയല്ലേ ഞാൻ ബ്രിഗറ്റിനോടും ചെയ്തത്. മനസ്സിലാക്കിയല്ലോ, എൻ്റെ അടുത്ത് പാട്ട് തന്നെ തീർന്നു പോയി. ബ്രിഗറ്റിനോട് സ്നേഹം കാണിക്കുകയാണെന്ന് വിചാരിച്ച് അവസാനം അവൾ പറയുന്നത് പോലും ഞാൻ അനുസരിച്ചില്ലല്ലോ. ബ്രിഗറ്റ്, പോപ്പി, ഇത് സൂപ്പറായിട്ടുണ്ട്. ഐ എം സോറി ബ്രിഗറ്റ്, ഞാനൊരു നല്ല ഫ്രണ്ടായിരിക്കാൻ ശ്രമിച്ചില്ല. നിനക്ക് ഹോളിഡേ സെലിബ്രേഷനെ പറ്റി പറഞ്ഞു തരാൻ ശ്രമിച്ചു, പക്ഷെ അത് എന്തിനാണെന്ന് പറഞ്ഞു തന്നില്ല. സാരമില്ല പോപ്പി, നീ പറയാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റായി മനസ്സിലാക്കി. അതെ, ശരിയാണ്. അതിൻ്റെ ശരിയായ അർത്ഥം എനിക്കും ഇപ്പോഴാണ് മനസ്സിലായത്. ഹോളിഡേ എന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ നല്ല കാര്യങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ് ട്രോൾസ്. അതെ, നമ്മൾ ഈ കാര്യം സെലിബ്രേറ്റ് ചെയ്യണം. ബ്രാഞ്ച്, നീ ചിരിക്കുന്നു. എന്താ സത്യമാണോ?
താങ്ക്സ്, ഇനി ഞാനിത് നിർത്തില്ല. കുറച്ച് വേദനിക്കുന്നുണ്ട്, എന്നാലും സാരമില്ല. അവസാനം ബ്രിഗറ്റും പോപ്പിയും അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കി. അതിൽ നിന്നും ഒരു പുതിയ ഹോളിഡേയും ഉണ്ടായി. Holiday. Holiday. Celebration. It's time for the good times. We need a holiday. സോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹോളിഡേ എന്നത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. സോ ഹാപ്പി ഹോളിഡേയ്സ് ടു യു. ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കഴിച്ച് നമ്മുടെ ജോലിയും നോക്കി വീണ്ടും രാത്രി ഉറങ്ങാൻ പോകുന്ന ഈ ശരാശരി ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ചില നല്ല കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. സോ നമ്മളെപ്പോലെ നമ്മുടെ കൂടെയുള്ളവരെയും സന്തോഷിപ്പിക്കാം. ഹാപ്പി ഹോളിഡേയ്സ്.